എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4 കുഞ്ഞൻ ഷെയർസാണ്. അതായത് 100 രൂപയിൽ കുറവ് റേറ്റുള്ള 4 കുഞ്ഞൻ ഷെയർസ്. വരും ദിവസങ്ങളിൽ അതൊരു അപ്സൈഡ് മൊമെൻറ്റം കാണിക്കാൻ സാധ്യതയുള്ള 4 ഷെയർസാണ്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷൻ ആയിട്ട് കാണരുത്. ഞാൻ കണ്ട ചാർട്ടിൽ ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്കത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി ആലോചിച്ച് മാത്രം ചെയ്യുക. അപ്പോൾ ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങളായിട്ട് പരിചയപ്പെടുത്തുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ഷെയറാണ് ഓസ്വാൾ അഗ്രോ ലിമിറ്റഡ്. വെറും 38 രൂപയാണ് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് റേറ്റ്. 38 രൂപയുടെ നടന്നുകൊണ്ടിരിക്കുന്ന റേറ്റ് 38 രൂപ. നമുക്ക് ഓസ്വാൾ അഗ്രോ ലിമിറ്റഡിൻ്റെ ഓസ്വാൾ അഗ്രോ മിൽസിൻ്റെ ഇൻട്രാഡേ ചാർട്ടാണ് നമ്മളെ മുമ്പിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്. ട്രേഡിംഗ് വ്യൂവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാർട്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു പ്രീവിയസ് ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ഇവിടെ പ്രീവിയസ് ഒരു ട്രെൻഡ് ലൈൻ, ഈ ട്രെൻഡ് ലൈൻ വിത്ത് വോളിയത്തോടുകൂടി കയറി ഇവിടെ വോളിയത്തോടുകൂടി പ്രീവിയസ് ട്രെൻഡ് ലൈൻ കയറിപ്പോയി. അതിനുശേഷം ഒരു ബോക്സ് ടൈപ്പിൽ ഒരു നാരോ റേഞ്ചിലാണ് ഒരു 5 മാസത്തോളം അത് ട്രേഡ് ചെയ്തത്. 5 മാസത്തോളം ഈ നാരോ റേഞ്ചിൽ ഒരു കൺസോളിഡേഷൻ ഏരിയയിൽ 5 മാസത്തോളം അത് ട്രേഡ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു വോളിയത്തോടുകൂടി തന്നെ അത് കയറിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ നല്ല വോളിയം ഉണ്ട്, വോളിയത്തോടുകൂടി കയറി. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു അപ്സൈഡ് മൊമെൻറ്റം ഇതിൽ പ്രതീക്ഷിക്കാം. ഏകദേശം നമ്മളുടെ സപ്പോർട്ട് വരുന്നത് ഈ റേഞ്ചാണ്. അതായത് 36ലാണ് നമുക്കൊരു മൈനർ സപ്പോർട്ട് വരുന്നത് 36. വീണ്ടും ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്കുണ്ടെങ്കിൽ ഒരു 32ലും അടുത്തൊരു സപ്പോർട്ട് പോയിന്റ് നിശ്ചയിക്കാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ സപ്പോർട്ട് പോയിന്റ്. ഇത് കയറിയ പോയിന്റ് മിക്കവാറും ഈ റേഞ്ചിൽ വന്നിട്ട് മിക്കവാറും കയറാം, അല്ലെങ്കിൽ കറൻറ്റ് പൊസിഷനിൽ നിന്ന് വീണ്ടും കയറി പോകാം. 2 രീതിയിലാണ് നമുക്കിതിൽ കയറാനുള്ള സാധ്യത കാണുന്നത്. ഇനി നമുക്ക് വീക്കിലി ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ ഓസ്വാൾ അഗ്രോ ലിമിറ്റഡിൻ്റെ വീക്കിലി ചാർട്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീക്കിലി ചാർട്ടാണ്. അപ്പോൾ ഈ വീക്കിലി ചാർട്ടിൽ നമുക്ക് നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാകാൻ കഴിയും. നമുക്കത് വരച്ച് നോക്കാം. ഉണ്ടാകും ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസാണ് ബ്രേക്ക് ചെയ്തത്. ഇവിടെ കുത്തുപൊളിത് നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പോൾ ഒരു അസെൻഡിങ് ട്രയാങ്കിൾ ഫോർമേഷൻ എടുത്ത് വന്നിട്ടുള്ളത് ഉണ്ടാവും. ഈ ദിവസങ്ങളിലെല്ലാം ഇവിടെ നല്ല വോളിയം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ നേരത്തെ പോയിന്റ് തന്നെയാണ് ഇതിൽ ഏകദേശം സ്റ്റോപ്പ് ലോസ് വരുന്നത്. വരും ദിവസങ്ങളിൽ നമുക്കിത് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെക്കാം. നമ്മളെ അടുത്ത ഷെയറാണ് ഓറിക്കോൺ എൻ്റർപ്രൈസസ്. 38 രൂപ 35 പൈസയാണ് ഇപ്പോൾ നടക്കുന്ന റേറ്റ്. കറണ്ട് മാർക്കറ്റ് റേറ്റ് 38-35. നമുക്ക് അതിൻ്റെയും കൂടി ചാർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇതാണ് ഓറിക്കോൺ എൻ്റർപ്രൈസസിൻ്റെ ഇൻട്രാഡേ ചാർട്ട്. ഈ ചാർട്ടിൽ തന്നെ നമുക്ക് നോക്കിയാൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ഈ റെസിസ്റ്റൻസ് ആണ് ബ്രേക്ക് ചെയ്ത് പോയിട്ടുള്ളത്. ഇവിടെ വോളിയം നല്ല വോളിയം ഉണ്ട്. ഈ ദിവസങ്ങളിൽ ഒരു 8 മാസത്തിന് ശേഷം ഇത്രയും വോളിയം വന്നത് ഈ ദിവസങ്ങളിലാണ് ഈ ബ്രേക്ക് ഔട്ട് ചെയ്തത്. അതുകൂടാണ്ട് ഇതും ഒരു കൺസോളിഡേഷൻ റേഞ്ചാണ്. അതായത് 28നും 34നും ഇടയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നത്. 28നും 30 ആ ചെറിയ റേഞ്ചിനുള്ളിലാണ്. ഇവിടെ 28, ഇവിടെ 34. ആ ചെറിയ റേഞ്ചിനുള്ളിൽ വളരെ ഒരു 5 മാസത്തോളം ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആ റേഞ്ചാണ് ബ്രേക്ക് ചെയ്ത് പോയിട്ടുള്ളത്. ആ റേഞ്ച് വിത്ത് വോളിയത്തോടുകൂടി ബ്രേക്ക് ചെയ്ത് പോയി. അപ്പോൾ മിക്കവാറും നമുക്കൊരു 34 വീണ്ടും ഒരു റീടെസ്റ്റിന് വരാം, അല്ലെങ്കിൽ ഈ കറണ്ട് പൊസിഷനിൽ നിന്ന് കയറാം. ഈ 2 രീതിയിലാണ് ഇത്. അപ്പോൾ നമുക്ക് മേജർ ഒരു സപ്പോർട്ട് അടുത്ത് വരുന്നത് ഒരു 34ലാണ്. നമുക്ക് മേജർ സപ്പോർട്ട് ഇതിൽ കാണുന്നത് 34 തന്നെയാണ്. നമുക്ക് ഇവിടെ ഒരു മേജർ സപ്പോർട്ടായിട്ട് കാണുന്ന പോയിന്റ് 34ആണ്. നമ്മൾ ഇൻട്രാഡേ ചാർട്ടിൽ നമുക്ക് നോക്കണം. നമുക്ക് ഇതിനെ ഒരു വീക്കിലി ചാർട്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് വേണം. നമ്മൾ 2 രീതിയിൽ നോക്കണം. ഒരു ഷെയർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 2 വീക്കിലിയും അതിലും എല്ലാ ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അതുകൂടാതെ ഇൻട്രാഡേയിലും നോക്കണം.
അപ്പോൾ നമുക്ക് വീക്കിലിയും ഇതിൻ്റെ ഒരു ചാർട്ട് മാറ്റി നോക്കാം. ഇതാണ് ഇതിൻ്റെ വീക്കിലി ചാർട്ട് കാണുന്നത്. ഇതിൽ നമുക്ക് കാണാം, ആദ്യം തന്നെ നമുക്ക് ഈ ചാർട്ടിൽ നോക്കിയാൽ കാണാൻ അറിയാം, ഇവിടെയാണ് നല്ല വോളിയം. നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ നല്ല വോളിയം ഉണ്ട്. ഉണ്ടാ സമീപകാലത്ത് ഇത്രയും വോളിയം ഉണ്ടായിട്ടില്ല, ഇത് വോളിയം. അപ്പോൾ ഇങ്ങനെ വോളിയത്തോടുകൂടി ബ്രേക്ക് ഔട്ട് നമുക്കൊരു പ്ലസ് പോയിന്റ് ആണ് കാണുന്നത്. പിന്നെ രണ്ടാമത്തെ കാണുന്നത്, നമുക്ക് ഈ വീക്കിലി ചാർട്ട് നിങ്ങൾ ഭംഗിയോടെ നോക്കിയോ, ഒന്നുകൂടി കണ്ണടച്ച് ഭംഗിയോടെ നോക്കി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അതിൽ കുറേ പാരാമീറ്റേഴ്സ് കാണാൻ പറ്റും. നമുക്ക് പ്ലസ് പോയിന്റ് ആയിട്ട് പറയാം. അതിലൊരു പാരാമീറ്റേഴ്സ് കണ്ട, ഇവിടെ ഒരു ചാനലിൻ്റെ ഉള്ളിലായിരുന്നു ഇത് ഇത്ര നാൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ചാനൽ, ഈ ചാനലാണ് ബ്രേക്ക് ഔട്ട് വരിക. കണ്ടീഷൻ നമ്പർ 1 ചാനൽ ബ്രേക്ക് ഔട്ട്, കണ്ടീഷൻ നമ്പർ 1. എല്ലാവരും ശ്രദ്ധയോടെ അത് കേൾക്കട്ടെ, ശ്രദ്ധയോടെ കൂട്ടിയിട്ട് നമുക്കൊരു പഠിക്കാനായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു ഇതെടുത്ത് നോക്കിയാൽ നമുക്ക് അത് കണ്ടെത്താൻ കഴിയണം. നമുക്കൊരു ചാർട്ട് എടുത്ത്, ചാർട്ട് ഈസ് ആർട്ട് എന്നാണ് പറയുക. കണ്ട, ഒരു ചാനലിൻ്റെ ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ കണ്ട ചാനൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് കണ്ടീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടീഷൻ നമ്പർ 1. അപ്പോൾ ഇനി അടുത്ത പാരാമീറ്റേഴ്സ് ഈ ഗ്രാഫിൽ എന്താണ് നമ്മൾ കാണുന്നത്? ഇപ്പോൾ നമ്മൾ ചാനൽ കണ്ടു, അത് ബാക്കിയാണ്. നമുക്ക് അടുത്ത പാരാമീറ്റേഴ്സ് എന്താണ് കാണുന്നത് അത് നമുക്ക് നോക്കാം. നമുക്കിവിടെ നോക്കിയാൽ കണ്ട, ഇവിടെ നമുക്ക് നോക്കിയാൽ വ്യക്തമായിട്ട് കാണാനായിട്ട് ഒരു ട്രെൻഡ് ലൈൻ വീക്കിലി എടുക്കുമ്പോൾ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തു. ആ സമയത്തും നല്ല വോളിയം ഉണ്ട്, ബ്രേക്ക് ഔട്ട് ചെയ്ത സമയത്ത് നല്ല വോളിയം. അതിനുശേഷം അത് ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം അത് ഒരു കൺസോളിഡേഷൻ ഏരിയയിലിട്ട് പോയത് കണ്ട, അത് റീടെസ്റ്റ് ചെയ്ത് വന്നു. ഒരു റെഡ് കാൻഡിൽ നമുക്ക് ഇവിടെ കാണാം. ആ കൺസോളിഡേഷൻ റേഞ്ചാണ് ബ്രേക്ക് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീക്കിലി പാരാമീറ്റേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെയാണ് ഏകദേശം ഈ പോയിന്റിലാണ്, ഏകദേശം 29ലാണ് നമുക്കൊരു സപ്പോർട്ട് കാണുന്നത്. വീക്കിലി എടുക്കുമ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് പോയിന്റ് ഉണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ ഇനി മൂന്നാമത്തെ കണ്ടീഷൻ, 2 കണ്ടീഷൻ നമുക്ക് നോക്കി. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇവിടെയാണ് റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസ് വരെ എത്തി നിൽക്കുന്നത്. ഈ റെസിസ്റ്റൻസ് വരെ എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ റെസിസ്റ്റൻസ് വരെ ടച്ച് ചെയ്തിട്ട് വീണ്ടും ഒരു കൺസോളിഡേഷൻ ആവാം. അതിനുശേഷം വീണ്ടും ഒരു ബ്രേക്ക് ഔട്ടിനാണ് സാധ്യത, ഭൂരിപക്ഷം സാധ്യത നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെയാണ് നമുക്കൊരു സപ്പോർട്ട് പോയിന്റ് ഇപ്പോൾ വീക്കിലി എടുക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു വാച്ച് ലിസ്റ്റിൽ ഇടാൻ നല്ലതാണ്. നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം ഇതിൻ്റെ ചലനം എങ്ങനെയാണെന്നുള്ളത്. ഇനി ഇവിടെ ഒരു കൺസോളിഡേഷൻ എടുക്കുകയാണെങ്കിൽ വീണ്ടും അതിൻ്റെ സപ്പോർട്ട് പോയിന്റ് ഇതായിട്ട് മാറുണ്ടായി. ഇപ്പോഴത്തെ കറണ്ട് ഇതാണ് സപ്പോർട്ട് പോയിന്റ്, ഇതാണ് എന്നെങ്കിലും ഇതിൻ്റെ ഇവിടെ ഒരു കൺസോളിഡേഷൻ ആകുമ്പോൾ ഇവിടെ ആയിരിക്കും നമുക്ക് 38 റേഞ്ചിലായിരിക്കും അതിൻ്റെ സപ്പോർട്ട് മാറുക. അത് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഓറിക്കോൺ എൻ്റർപ്രൈസ്. ഇനി അടുത്ത ഷെയർ നമ്മൾ നോക്കാനുള്ളത് ട്രിഡൻ്റ് ആണ്. അടുത്ത ഷെയർ നമ്മൾ നോക്കാൻ പോകുന്നത് ട്രിഡൻ്റ് ലിമിറ്റഡ് ആണ്. ട്രിഡൻ്റ് 40 രൂപയുടെ അത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6% കഴിഞ്ഞ വെള്ളിയാഴ്ച അത് കയറിയത്. നമുക്ക് അതിൻ്റെ വോളിയം നോക്കിയാലാണ് നമുക്ക് അതിന് അത്ഭുതപ്പെടുത്തുന്ന വോളിയം നോക്കിയാൽ 10 കോടി വോളിയം ഇപ്പോൾ നടന്നിട്ടുള്ളത്. 10 കോടി വോളിയം. നമുക്ക് അതിൻ്റെ ചാർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇതാണ് ട്രിഡൻറ്റിൻ്റെ ഇൻട്രാഡേ ചാർട്ട്. ഈ ട്രിഡൻറ്റിൻ്റെ ഇൻട്രാഡേ ചാർട്ട് നമുക്ക് നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ നമുക്കൊരു ട്രെൻഡ് ലൈൻ വരച്ചു കൊടുത്താൽ ഇവിടെ നമുക്കൊരു ട്രെൻഡ് ലൈൻ വരച്ചു കൊടുക്കാം. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിയും. നമുക്ക് ഇവിടെ നമുക്കൊരു ട്രെൻഡ് ലൈനുണ്ട്. അപ്പോൾ ട്രെൻഡ് ലൈൻ മീൻസ് ഉണ്ട് ഇവിടെ കണ്ട, ഇവിടെ നമുക്ക് ലോവല് ബ്രേക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ഫോർമേഷൻ ആണ്. ഇതൊരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ഫോർമേഷൻ. അപ്പോൾ ഇതൊന്ന് ബ്രേക്ക് ചെയ്തു, അതിനുശേഷം നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടി. അപ്പോൾ ഇത്രയുമാണ് നമുക്കൊരു ഇൻട്രാഡേ വ്യൂയിലുള്ള ഭംഗി, ചാർട്ടിൻ്റെ ഭംഗി. ട്രിഡൻറ്റിൻ്റെ ഇൻട്രാഡേ വ്യൂവിൽ ചാർട്ടിൻ്റെ ഭംഗി കാണുന്നത് ഇതാണ്. ഇനി നമുക്ക് ഇതിനെ വീക്കിലിയിലേക്കും ഒരു കൺവേർട്ട് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട് 2 രീതിയിലോ അല്ലെങ്കിൽ 3 രീതിയിലോ നമുക്ക് കൺഫർമേഷൻ വന്നാൽ ഒരു ഷെയർ നമ്മളുടെ ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ട് നമുക്ക് അപ്പ് സൈഡിലേക്കോ അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്കോ ആവും
ചാൻസസ് കൂടുതൽ. അല്ലാണ്ട് നമ്മൾ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു വ്യൂവിൽ മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് സക്സസ് റേറ്റ് കുറയും. അപ്പോൾ രണ്ട് രീതിയിൽ, ഒന്നില്ലെങ്കിൽ ഹവറിൽ നമുക്ക് നോക്കാം, ഒരു സിംഗ് ട്രേഡ് ആണെങ്കിൽ ഹവറിൽ നോക്കാം, അല്ലെങ്കിൽ മീഡിയം ട്രേഡ് ആണെങ്കിൽ ഇൻട്രാഡേ, പിന്നെ മന്ത്ലി നോക്കിയാൽ നമുക്ക് ഒരു ഹയർ ലെവലിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് മന്ത്ലി ചാർട്ട് നോക്കിയാൽ അതും വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ട്രിഡൻറ്റിൻ്റെ ഇൻട്രാഡേ നമ്മൾ നോക്കി കഴിഞ്ഞു. ഇനി അടുത്തത് വീക്കിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ട്രിഡൻറ്റിൻ്റെ വീക്കിലി ചാർട്ട് നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രിഡൻറ്റ് ആ ഒരു ഡൗൺ സൈഡിൽ തന്നെ ആയിരുന്നു കുറച്ച് നാളുകളായിട്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. അത് വിത്ത് വോളിയത്തോടുകൂടി ബ്രേക്ക് ചെയ്ത് കണ്ട. ഈ ദിവസങ്ങളിലൊക്കെ നല്ല വോളിയം ഉണ്ട്. ആ വോളിയം ഉള്ളത് കൊണ്ടാണ് വീണ്ടും ഈ ലെവലിൽ, അതായത് ഇതിൻ്റെ ഈ ലോ ഉണ്ടല്ലോ 32 എന്ന് പറയുന്ന ലെവലിലേക്ക് ഇത് വന്നിട്ടില്ല. കാരണം എന്താ, നല്ല വോളിയം ഉണ്ട്. അപ്പോൾ നല്ല ടീംസ് അത് വാങ്ങി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണത് ഈ ലെവലിൽ, ഈ ലോ ഉണ്ടല്ലോ ഈ ലെവലിലേക്ക് വീണ്ടും വന്നിട്ടില്ലത്. ഈ ലെവലിലേക്ക് വന്നില്ല. ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് വന്നു, റീടെസ്റ്റിന് വന്നു. അതുകൂടാതെ ഇതിൻ്റെ ഈ ലെവലിൽ താഴെ, അതിനുശേഷം ഒരു കൺസോളിഡേഷൻ ഏരിയ ആണ് ഈ റേഞ്ച്. ഈ റേഞ്ചിൻ്റെ അവിടെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിത്ത് വോളിയം ഉണ്ട്. അപ്പോൾ ഇതൊരു സപ്പോർട്ട് പോയിന്റ് ആയിട്ട് ഇവിടെ തന്നെ നിൽക്കും. പക്ഷേ ഈ വോളിയം ഉള്ളത് കൊണ്ട് ഇത് വരും ദിവസങ്ങളിൽ നമുക്കൊരു അപ്സൈഡ് ഇതിൽ ട്രെൻഡിൽ നമുക്കൊരു പ്രതീക്ഷിക്കാം. നമുക്ക് കറണ്ട് റേറ്റിൽ ഇപ്പോൾ സപ്പോർട്ട് വരുന്നത് ഏകദേശം 36 കറണ്ട് വീക്കിൽ എടുക്കുമ്പോൾ കറണ്ട് പൊസിഷനിൽ സപ്പോർട്ട് വരുന്നത് 36-ലാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിലൊരു അപ്സൈഡ് നമുക്ക് ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു വാച്ച് ലിസ്റ്റിലിട്ട് പരിശോധിക്കുക. അടുത്ത നമ്മളെ ഷെയറാണ് BCL ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. 75 രൂപയുടെ കറണ്ട് മാർക്കറ്റ് റേറ്റ്. അപ്പോൾ ഇതാണ് നമ്മളെ BCL ഇൻഡസ്ട്രീസിൻ്റെ വീക്കിലി ചാർട്ട്. ഈ വീക്കിലി ചാർട്ടിൽ നമ്മൾ നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാവും നമുക്ക്. ഇവിടെ നമുക്കൊരു ചാനലുണ്ടായിരുന്നുണ്ട്. ഇവിടെ വരച്ച് കഴിഞ്ഞാൽ ഒരു ചാനലുണ്ട്. ഇതിൻ്റെ ഉള്ളിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഈ ചാനൽ ബ്രേക്ക് ഔട്ട് ചെയ്തു വിത്ത് വോളിയത്തോടുകൂടി നല്ല. അതിനുശേഷം അതൊരു 3-4 ദിവസം ഒരു കൺസോളിഡേഷൻ റേഞ്ചിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ റേഞ്ചിനുള്ളിലാണ് ഈ ബ്രേക്ക് ഔട്ട് ചെയ്തു. അതൊന്ന് റീടെസ്റ്റ് ചെയ്യാൻ വന്നു. ഇവിടെയാണ് അതിൻ്റെ ബ്രേക്ക് ഔട്ട് പോയിന്റ്. അത് 60 പോയിന്റിൻ്റെ അടുത്ത്. അതൊന്ന് റീടെസ്റ്റ് ചെയ്യാനായിട്ട് വന്നു. അതിനുശേഷം ഈ റെസിസ്റ്റൻസ് പോയിന്റിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഏരിയ. 60ഉം ഒരു 75 ഇതിൻ്റെ ഏരിയ. നമുക്കൊരു സപ്പോർട്ട് പോയിന്റ് വരുന്നത്, മേജർ സപ്പോർട്ട് നമുക്ക് ഇവിടെ എടുക്കാം, ഒരു 60 എടുക്കാം. പിന്നെ അടുത്ത സപ്പോർട്ട് പോയിന്റ് ഈ വലിയ ക്യാൻഡിലല്ലോ 65. ഈ 2 പോയിന്റാണ് ഇതിൻ്റെ മേജർ. ഇപ്പോൾ വീക്കിൽ നോക്കുമ്പോൾ കറണ്ട് സപ്പോർട്ടായിട്ട് വരുന്ന, ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള പോയിന്റുകൾ. അപ്പോൾ ഇവിടെ 2 വലിയ ക്യാൻഡിലും വിത്ത് വോളിയം ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിലും ഒരു അപ്സൈഡ് മൊമെൻറ്റം വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയുമാണ് ഒരു 4 കുഞ്ഞൻ ഷെയർസ്, അതായത് 100 രൂപ താഴെ റേറ്റുള്ള 4 ഷെയർസ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ ചാർട്ടിൽ ഇതൊക്കെ എടുത്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർ ഷെയർ ചെയ്യാനും താല്പര്യപ്പെടുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറെ നല്ല കണ്ടൻറ്റായി വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുവരെ എല്ലാവർക്കും നമസ്കാരം.